നൂറ്റാണ്ടുകൾ പിന്നിട്ട് നീളുന്ന തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള അതിർത്തി തർക്കത്തിൽ ഏറ്റുമുട്ടലിന്റെ പുതിയ അധ്യായം തുറന്നിരിക്കുകയാണ് മെയ് അവസാന വാരമുണ്ടായ സംഭവവികാസങ്ങൾ. മെയ് 28-ന് തായ് പട്ടാളത്തിന്റെ വെടിവെപ്പിൽ അതിർത്തിയിൽ കംബോഡിയൻ പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ ഉരസലുണ്ടാവുന്നത്. 817 കിലോമീറ്റർ നീളത്തിലുള്ള അതിർത്തിയെ ചൊല്ലിയാണ് നൂറ്റാണ്ടുകളായി ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ കലഹിക്കുന്നത്. മെയ് 28-ലെ ഏറ്റുമുട്ടലിന് ശേഷം തായ് കംബോഡിയ ഭരണകൂടങ്ങൾ തിടുക്കപ്പെട്ട് സംഘർഷം ലഘൂകരിക്കുന്നതിന് നടപടികൾ എടുത്തുവെങ്കിലും അതിർത്തിയിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. കംബോഡിയ തങ്ങളുടെ കോളനി ആയിരുന്നപ്പോൾ 1907-ൽ ഫ്രാൻസ് ആണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അതിർത്തി രേഖപ്പെടുത്തി ഭൂപടം പുറത്തിറക്കിയത്. അന്നു തൊട്ടേ അതിർത്തി അംഗീകരിക്കാൻ തായ്ലൻഡ് തയ്യാറായിട്ടില്ല. 2000-ൽ ഇരു രാജ്യങ്ങളും തർക്കങ്ങൾ പരിഹരിക്കാനായി ഒരു അതിർത്തി കമ്മീഷനെ നിയമിച്ചുവെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല. ഈ തർക്കം അക്രമാസക്തമായതിനെ തുടർന്ന് 2003-ൽ കംബോഡിയയുടെ തലസ്ഥാനമായ പനോം പെൻ നഗരത്തിലെ തായ് എംബസിയും തായ് കച്ചവട സ്ഥാപനങ്ങളും അക്രമികൾ തീവെച്ച് നശിപ്പിച്ചിരുന്നു. കംബോഡിയയിലെ പ്രശസ്ത ചരിത്ര സ്മാരകമായ അങ്കോർ വാട്ട് ക്ഷേത്രത്തിലെ ഉടമസ്ഥത സംബന്ധിച്ച് ഒരു തായ് സെലിബ്രിറ്റി നടത്തിയ പരാമർശമായിരുന്നു അന്ന് സംഘർഷത്തിലേക്ക് തുടക്കമിട്ടത്. 11-ാം നൂറ്റാണ്ടിലെ ക്ഷേത്രമായ പ്രവിഹിയുടെ ഉടമസ്ഥത സംബന്ധിച്ചും ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കത്തിലാണിപ്പോഴും. രാജ്യാന്തര കോടതി 1962-ൽ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥത കംബോഡിയയ്ക്ക് നൽകിയെങ്കിലും തായ്ലൻഡ് അത് അംഗീകരിച്ചിരുന്നില്ല. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് തായ് പട്ടാളം പിന്മാറണമെന്ന് കംബോഡിയയുടെ ആവശ്യവും നടന്നില്ല. ഇരു പട്ടാളവും തമ്മിൽ 2011-ൽ വെടിവയ്പുണ്ടാകുകയും 10-ലേറെ പട്ടാളക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരി ഇരു രാജ്യങ്ങളും അവകാശവാദം ഉന്നയിക്കുന്ന മറ്റൊരു ക്ഷേത്രത്തിൽ കംബോഡിയൻ സൈനികർക്കൊപ്പം എത്തിയ കംബോഡിയക്കാർ ദേശീയഗാനം പാടിയതിന് തായ് പട്ടാളം തടഞ്ഞ് സംഘർഷം സൃഷ്ടിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ ചരിത്രപരമായ ശത്രുത നിലവിലുണ്ടെങ്കിലും തായ്ലൻഡിലെയും കംബോഡിയയിലെയും നിലവിലെ സർക്കാരുകൾ തമ്മിൽ താരതമ്യമാണ്. ഇരു രാജ്യങ്ങളിലെയും മുൻ നേതാക്കൾ തമ്മിലുള്ള ഊഷ്മള ബന്ധമാണ് ഇതിന് കാരണം. തായ്ലൻഡ് മുൻ ഭരണാധികാരി തസ്കിൻ ഷിനവതയുടെ മകളാണ് നിലവിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള പനയൂൻ ഷിനവത. കംബോഡിയ മുൻ ഭരണാധികാരി ഹുൻ സെന്നിന്റെ മകളാണ് കംബോഡിയയിലെ നിലവിലെ പ്രധാനമന്ത്രി ഹുൻ മാനറ്റ്. ഈ ബന്ധം കാരണം തായ്ലൻഡ് പ്രധാനമന്ത്രിക്ക് കംബോഡിയയോട് മൃദു സമീപനമാണെന്ന എതിരാളികൾ ആരോപിക്കുന്നുണ്ട്.